ഡൊമൈൻ റിവ്യൂവിലും കഴിയാതെ ഞങ്ങൾക്കൊരു ജോബായിട്ടുണ്ട്. ഞാനിവനും സെയിം കമ്പനിയിൽ സെയിം പൊസിഷനിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. യാതൊരുവിധ ടെക് ബാക്ക്ഗ്രൗണ്ടും ആകെ ഉള്ളത് +2 ഒരു ബേസ് മാത്രമായിരുന്നു. കുറച്ച് എത്തിയപ്പോഴേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ഈ ടെക് കുറച്ച് ടഫ് അല്ലേ. തുടങ്ങട്ടെ. ഹായ്, ഞാൻ അജുൻ മഹാഷിം. +2 കഴിഞ്ഞ ടൈമിൽ എല്ലാവരും പോലെ ഞങ്ങൾക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോകണമെന്നോ എന്തെടുക്കണമെന്നോ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ആ ടൈമിൽ ഇവനാണ് പറഞ്ഞത് നമുക്ക് ടെക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്ത് അങ്ങനെ ഹാരിസെങ്കോ കണ്ടെത്തി. അങ്ങനെ ഞങ്ങളിവിടെ എത്തിപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം സേറനെ മീറ്റ് ചെയ്തു. സേറ ഇവിടുത്തെ അക്കാഡമിക് കാര്യങ്ങളും ഇവിടുത്തെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സിന് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ഓറിയൻറ്റേഷൻ്റെ അന്ന് ഇവിടെ ഇവിടെ കയറി. അങ്ങനെ ഇവിടെ പഠിച്ച് പഠിച്ച് കുറച്ച് എത്തിയപ്പോഴേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ഈ ടെക് കുറച്ച് ടഫ് അല്ലേ, ഇതിന് നമ്മളെ കൊണ്ട് നടക്കുമെന്ന് ഞങ്ങൾ മെൻറ്റേഴ്സിനോട് ചോദിച്ചു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ മെൻറ്റേഴ്സ് പറഞ്ഞു നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളെ കൊണ്ട് സാധിക്കണല്ലോ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കി പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരാണ് ഞങ്ങളെ ഇന്നും മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ടെക്കിൽ ആകെ 10-15 പിള്ളേരെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് 100ഓളം കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങളെ ഈ തുടക്കം മുതൽ അത്യാവശ്യം ഇപ്പം വരെ ഞങ്ങളെ മുമ്പിൽ കൂടെയായിരുന്നു ഈ ടെക് സ്കൂൾ വളർന്നതും ടെക് സ്കൂളിലെ എല്ലാ വിജയങ്ങളും ഞങ്ങളെ മുന്നിൽ കൂടിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ ടെക് ബാക്ക്ഗ്രൗണ്ടും ആകെ ഉള്ളത് +2 ഒരു ബേസ് മാത്രമായിരുന്നു. പക്ഷേ +2 വരെയുള്ള സിസ്റ്റം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ. അപ്പോൾ യാതൊരുവിധ വേറെ ടെക് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ഇത് പറ്റുമെങ്കിൽ എല്ലാവർക്കും ഇത് പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. കാരണം അത്യാവശ്യം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ടെക് സ്കൂള്. അത്യാവശ്യം കുട്ടികളിലേക്ക് എത്തി. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ ആക്കൊക്കെ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സാറ് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ഞങ്ങളെ ഡൊമൈൻ റിവ്യൂവിലും കഴിയാതെ ഞങ്ങൾക്കൊരു ജോബായിട്ടുണ്ട്. ഞാനിവനും സെയിം കമ്പനിയിൽ സെയിം പൊസിഷനിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. എറണാകുളം ഒരു കമ്പനിയിലാണ്. നാളെ ഞങ്ങളെ ജോയിനിങ് ഡേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഒഫീഷ്യൽ ഡേ ഓഫ് ഹാക്കാണെന്ന്. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ജേണി. ടുവേർഡ്സ് ഇനിയും മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം.